Dear students, നമ്മൾ ഇന്ന് സുവോളജിയുടെ ഒന്നാം ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ പ്രധാന ഭാഗങ്ങൾ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നു. റീപ്രൊഡക്ഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ അടുത്ത ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രക്രിയ എല്ലാ ജീവജാലങ്ങളിലും, സസ്യങ്ങളായാലും ജന്തുക്കളായാലും, ഈ ബയോളജിക്കൽ പ്രോസസ് അനശ്വതം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മളിവിടെ ഇന്ന് ഗാമറ്റോജെനിസിസ് എന്ന ഒരു പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. ഗാമറ്റോജെനിസിസ് നിങ്ങൾക്ക് അറിയാം. ഗാമറ്റോജെനിസിസ് വെച്ചാൽ എന്താണ്? ഗാമേറ്റുകളുടെ ഫോർമേഷൻ, ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്സ് ഫ്രം ദ ഗൊണാഡ്സ്. ഗൊണാഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ദി reproductive structures of the male and female. മെയിലിനും ഫീമെയിലും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന പേരാണ്, ഒരുമിച്ച് പറഞ്ഞ പേരാണ് ഗൊണാഡ്സ്. മെയിലിൽ അത് ടെസ്റ്റിസ് ആണെങ്കിൽ ഫീമെയിലിൽ അത് ഓവറിയാണ്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഈ ഗൊണാഡുകളിൽ ഗാമേറ്റുകൾ ഉണ്ടായി വരുന്ന പ്രക്രിയയ്ക്ക് പറഞ്ഞ പേരാണ് ഗാമറ്റോജെനിസിസ്. അത് മെയിലാണെങ്കിൽ അതിനെന്താ പറയും? മെയിലുണ്ടായി വരുന്നത് സ്പേംസ് ആണ്. അതുകൊണ്ട് സ്പെർമാറ്റോജെനിസിസ്. ഫീമെയിലാണല്ലേ എഗ് അല്ലെങ്കിൽ ഓവ ഉണ്ടാകുന്നു. അതുകൊണ്ട് അതിന് പറയുന്ന പേര് ഊജെനിസിസ്. അപ്പം സ്പെർമാറ്റോജെനിസിസിലെ സ്പേംസ് ഉണ്ടായി വരുന്നതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ പ്രക്രിയയിൽ എന്താണ് നടക്കുന്നത് നോക്കാം. ഈ നടക്കുന്നത് ടെസ്റ്റിസിലാണ്. ടെസ്റ്റിസിലെ ഒരുപാട് ചുറ്റുപണഞ്ഞ് കിടക്കാറുള്ള ട്യൂബ്യൂൾസുകൾ, നളികൾ കാണാം. എ നമ്പർ ഓഫ് ഹൈലി കോൾഡ് ട്യൂബ്യൂൾസ്. ദേ ആർ കോൾഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിൽ കാണുന്ന ക്യാവിറ്റിയിൽ അല്ലെ ല്യൂമനിൽ നടക്കുന്നൊരു പ്രോസസ്സാണ് ഈ സ്പെർമാറ്റോജെനിസിസ്. അതുപോലെ തന്നെ ഓവറിയിൽ, ഫീമെയിലാണെങ്കിൽ ഓവറിയിൽ നടക്കുന്ന പ്രക്രിയയാണ് ഓജെനിസിസ്, അണ്ടോൽപാദനം. ഇത് രണ്ടും അവിടെ വരുന്നതാണ് ഗാമറ്റോജെനിസിസ് എന്ന കോമൺ ഹെഡിൽ വരുന്നത്. അപ്പോൾ ഗാമറ്റോജെനിസിസ് എന്താണെന്ന് പറയുന്നു? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്സ് ഫ്രം ദി ഗൊണാഡ്സ്. അത്രയും ഓർത്തിരിക്കുക. ഇനി നോക്കാം. അതിൽ ഒന്നാമത്തെ ഡിവിഷനായ മെയിൽ നടക്കുന്ന പ്രോസസ്സായ സ്പെർമാറ്റോജെനിസിസിൽ എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. During spermatogenesis, the stem cells found in the seminiferous tubules, stem cells, അപക്വമായ കോശങ്ങളാണ്. അപക്വം, immature cells or the primordial germ cells are found in the seminiferous tubules undergo repeated mitotic division. ഇങ്ങനെ ക്രമാനുഗതമായി, ഇങ്ങനെ ക്രമമായി, അനസ്യൂതം ഇങ്ങനെ കോശങ്ങൾ ഉണ്ടായി വരികയാണ്. സ്റ്റെം സെൽസ് ഡിവൈഡ് ചെയ്ത് ക്രമഭംഗം വഴി, മൈറ്റോസിസ് വഴി ധാരാളം കോശങ്ങൾ ഉണ്ടായി വരുന്നു. അങ്ങനെ ഉണ്ടായി വരുന്ന കോശങ്ങൾക്ക് പറഞ്ഞ പേരാണ് ദി സ്പെർമാറ്റോഗോണിയെ. സ്പെർമാറ്റോഗോണിയെ പ്ലൂറൽ ഫോമിൽ എഴുതിയാണ്. സ്പെർമാറ്റോഗോണിയ സെൽസ്. ഈ സെൽസ് എങ്ങനെയാണ് ഉണ്ടായി വന്നത്? ബൈ മൈറ്റോസിസ്. ഇതുണ്ടായി വന്നത് മൈറ്റോസിസ് വഴിയാണ്. And these mitotically divided cells are called the spermatogoniae. They have the diploid set of chromosomes. Human being എത്രയാണ്? ക്രോമസോം 46 ആണ്. അപ്പോൾ തീർച്ചയായും ടെസ്റ്റിസിൽ ഉണ്ടായി വരുന്ന പ്രക്രിയയിൽ ആ ഉണ്ടായിരുന്ന കോശങ്ങളിൽ എത്രയാണ് കാണുന്നത്? 46 ക്രോമസോം തന്നെയാണ് കാണുന്നത്. 46 ക്രോമസോം തന്നെ കാണും. ഡിപ്ലോയിഡ് സെറ്റ് എന്താണ്? 2 തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടായി വരുന്ന മൈറ്റോസിസ് വഴി ഉണ്ടായി വരുന്ന ഈ കോശങ്ങൾക്ക് പറഞ്ഞ പേരാണ് സ്പെർമാറ്റോഗോണിയ. ഇനി സ്പെർമാറ്റോഗോണിയ സെൽസ് എന്താണ്, എന്തിനു വിധേയമാകും നോക്കാം. ദി സ്പെർമാറ്റോഗോണിയ cells
undergoes a growth phase. അതൊരു ഗ്രോത്ത് ഫേസിന് വിധേയമാകുന്നു. And these resulting cells are called the primary spermatocytes. Primary spermatocytes. അതിന് പറഞ്ഞ പേരാണ് primary spermatocytes. Primary ഇതിന്റെ പേരാണ് എന്താ പറയും? Primary ഇതാണ് spermatocyte. പറഞ്ഞ പേരാണ് primary spermatocytes. ഈ primary spermatocytesൽ നോക്കൂ, അവിടെയും നോക്കൂ. These cells are also characterized by the presence of the diploid set of chromosome. 2n number of chromosome. 2n സെറ്റ് തന്നെയാണ് ഇതിലെ ക്രോമസോം നമ്പർ. മാറ്റമൊന്നും ഉണ്ടായില്ല. ഹ്യൂമൻ ബീയിൽ 46 ക്രോമസോം നമ്പർ. അപ്പോൾ അതുകൊണ്ട് ഇതിലെ ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടായി വന്നപ്പോഴും ആ സെല്ലുകൾ ഈ ഡിപ്ലോയിഡ് കണ്ടീഷൻ തന്നെ നിലനിർത്തി. ഇനി നോക്കിയേ, ദിസ് primary spermatocytes then divides only by meiosis. ഇനിയും ഒരു റിഡക്ഷൻ ഡിവിഷൻ, ക്രോമസോം നമ്പർ പകുതിയായി പോകുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റുകൾ കടന്നു പോകുന്നത്. ആൻഡ് ആസ് എ റിസൾട്ട് daughter cells are formed and they have only half numbers of chromosome, or they have n numbers of haploid set of chromosomes, and these resulting cells are called the secondary spermatocytes. അവർക്ക് പറഞ്ഞ പേരെന്തുവാ? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ്. മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോ? ദി സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ്. അവരുടെ ക്രോമസോം സെറ്റ് പകുതിയായിട്ട് കുറഞ്ഞു. ഡിപ്ലോയിഡിൽ നിന്ന് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിരുന്നെങ്കിൽ അവര് ഡിപ്ലോയിഡ് ആയിരുന്നു, അതിൽ നിന്നും ഹാപ്ലോയിഡ് ആയിട്ട് കുറഞ്ഞു. അപ്പോൾ പേരൊന്ന് മാറി, ഈ പ്രൈമറി എന്നുള്ള മാറ്റി എന്തായി? ദീസ് സെൽസ് ആർ കോൾഡ് എന്താ പറയും? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. സൈറ്റിന്റെ സെൽ എന്നേ അകത്തോളൂ. സെൽ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയി. ഇങ്ങനെ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് അങ്ങനെ നിൽക്കുകയല്ല. സോൺ ഇറ്റ് കംപ്ലീറ്റ്സ് ദി മിയോട്ടിക് ഡിവിഷൻ. മിയോട്ടിക് ഡിവിഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു ആസ് യൂഷ്വൽ. അങ്ങനെ എന്തുകൊണ്ട് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് വീണ്ടും ഡിവൈഡ് ചെയ്ത് എന്താകുന്നു? എ നമ്പർ ഓഫ് ഡോട്ടർ സെൽസ്. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, ഇത് രണ്ടും സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആണ്. ഇതും അല്ലേ? ഇതിൽ നിന്ന് ഓരോ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റും ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്തിട്ട് 2 വീതം പുത്രിയാകോശങ്ങൾ ഉണ്ടാകുന്നു. വീണ്ടും 2 ഡോട്ടർ സെൽസ് വീതം ഉണ്ടാകുന്നു. ആൻഡ് thus 4 daughter cells are formed with haploid set of chromosome or n number of chromosomes, and these cells are called, അവർക്ക് പറഞ്ഞ പേരെന്തുവാ? സ്പെർമാറ്റിഡ്സ്. they are called spermatids. ഇങ്ങനെ എത്ര ആയി കഴിഞ്ഞാൽ സ്പേം ഉണ്ടാവുമോ? ഇല്ല. സ്പെർമാറ്റിഡ്സ്, because the spermatids are non motile. അവർക്ക് മൂവ്മെന്റ് ചെയ്യാനുള്ള കഴിവില്ല. സ്പേംസും മൂവ് ചെയ്യണം. ഫെർട്ടിലൈസേഷന് നടക്കണമെങ്കിൽ എന്താണ്? ഈ സ്പേംസ് ഒരു ഭാഗത്ത് നിന്ന് മൂവ് ചെയ്തേ പറ്റൂ. in order to meet with the egg. എഗ്ഗുമായിട്ട് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത് മൂവ് ചെയ്യുന്നേ പറ്റും. അതുകൊണ്ട് സ്പെർമാറ്റിഡ് എന്ത് ചെയ്യണം? ഇനി ഈ പ്രോസസ്സിൽ സ്പെർമാറ്റോജെനിസിസ് എന്ന പ്രക്രിയ കംപ്ലീറ്റ് ആകണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനെ ഡിവിഷനിലൂടെ ഉണ്ടായ ഈ പ്രക്രിയകളിലൂടെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, പിന്നെ സ്പെർമാറ്റിഡ്സ്, ഇങ്ങനെ ഉണ്ടാവുന്ന ഈ അവസാനം ഉണ്ടാവുന്ന സ്പെർമാറ്റിഡുകൾ എന്തോയി മാറണം? മോട്ടയിലായിട്ടുള്ള, സഞ്ചരിക്കുവാൻ പറ്റുന്ന, മൂവ് ചെയ്യുവാൻ കഴിയുന്ന ടെയിൽ ഉള്ള സ്പേംസ് ആയി മാറണം. And that process, the transformation of this non-motile spermatids, ഇതിന്റെ പറയുന്ന പേരെന്താ? സ്പെർമാറ്റിഡ്സ്. ഈ നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഇതിന്റെ പേരെന്താ? ഈ സെൽസ് ആർ കോൾഡ് സ്പെർമാറ്റിഡ്സ്. ഇവരാണ് സ്പെർമാറ്റിഡ്സ്. SPERMATIDS സ്പെർമാറ്റിഡ്സ്. ഈ സ്പെർമാറ്റിഡ്സ് സ്പേമായി മാറണം. അപ്പോൾ അങ്ങനെ സ്പെർമാറ്റിഡ് സാധനം നോൺ മോട്ടൈലാണ്. അത് സ്പേംസായി മാറണേ ചില മോർഫോളജിക്കലും അതുപോലെ തന്നെ അതിൻ്റെ അനാട്ടമിക്കായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇതിനുണ്ടാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ
ഈ നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്പെർമാറ്റിഡ് മോട്ടൈൽ ആയിട്ടുള്ള സ്പേംസ് ആയി മാറുന്നതിന് ഒരു പേരുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് സ്പെർമിയോജെനിസിസ്. ശ്രദ്ധിച്ച്, സ്പെർമാറ്റോജെനിസിസ് മാറി എന്തുവാണ്, വേറെ ടൈമിനെ പരിചയപ്പെട്ടു. ദാറ്റ് ഈസ് കോൾഡ് സ്പെർമിയോജെനിസിസ്. എന്തുവാ, ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് നോൺ മോട്ടൈൽ spermatids into motile sperm is called, or the tailed sperm is called the spermiogenesis. സ്പെർമിയോജെനിസിസ് ഉണ്ടാകുമ്പോൾ സംഭവിക്കും, സാധാരണ നോർമൽ സെല്ല് പോലെ തന്നെ ഇരിക്കുന്ന കോശങ്ങളാണ് ഈ സ്പെർമാറ്റിഡ്സ്. അതിന് ഒരുപാട് ചേഞ്ചസ് സംഭവിക്കും. എന്തുവാണ്, ദി ന്യൂക്ലിയസ് ബിക്കം ഇലോങ്ങേറ്റഡ്. ഈ സെല്ലുകളുടെ സ്പെർമാറ്റിഡുകളുടെ ന്യൂക്ലിയസ് ഇലോങ്ങേറ്റ് ചെയ്യുന്നു. ന്യൂക്ലിയസ് ഗെറ്റ്സ് ഇലോങ്ങേറ്റഡ്. പിന്നെ എന്ത് ചെയ്യുന്നു, മോസ്റ്റ് ഓഫ് ദി എന്താണ് സൈറ്റോപ്ലാസം ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. സൈറ്റോപ്ലാസം ഒരുപാട് കുറയുന്നു. ഇതിനകത്ത് സൈറ്റോപ്ലാസം ഒരുപാട് ലോസിങ് ഓഫ് മേജർ പാർട്ട് ഓഫ് ദി സൈറ്റോപ്ലാസം. രണ്ടാമത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലോസിങ് ഓഫ് ദി മേജർ പാർട്ട് ഓഫ് ദി സൈറ്റോപ്ലാസം. അത് ഒരു എന്താണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം റിജിഡായിട്ടുള്ള നേച്ചർ ഉണ്ടായി വരുവാൻ വേണ്ടി ഇതിൻ്റെ സൈറ്റോപ്ലാസം എല്ലാം മൂവ് ചെയ്യാൻ കപ്പാസിറ്റി വേണം. അതിനെല്ലാം ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്താണ് ലോസിങ് ഓഫ് ദി മേജർ പാർട്ട് ഓഫ് സൈറ്റോപ്ലാസം ഈ സ്പെർമാറ്റിഡുകൾക്ക് സംഭവിക്കുന്നത്. പിന്നെന്താണ് ചേഞ്ചസ് ഇൻ ദ മൈറ്റോകോൺട്രിയ. ഇത് കാണുന്ന മൈറ്റോകോൺട്രിയ എന്ത് ചെയ്യുന്നു, ദി മൈറ്റോകോൺട്രിയ ആർ അറേഞ്ച്ഡ് അറ്റ് ദി മിഡിൽ പീസ് ഓഫ് ദി സ്പെം. മിഡിൽ പീസിൽ കൊണ്ടുവെക്കുന്നു. ചുമ്മാ കൊണ്ടുവെക്കല്ല, ദേ ആർ അറേഞ്ച്ഡ് ഇൻ എ സ്പൈറൽ ഫാഷൻ, ഇൻ എ സ്പൈറൽ വേ. ഒരു സ്പൈറൽ വേയിലെ അടുക്കി കൊണ്ടുവെക്കുന്നു. മനസ്സിലായല്ലോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ സെൻട്രിയോൾസ് ആർ ഓൾസോ റീഓർഗനൈസ്ഡ്. സെല്ലിൽ കാണുന്ന രണ്ട് പോളുകളായിട്ട് കണ്ട ഈ സെൻട്രിയോളുകൾ നിങ്ങൾക്കറിയാം, ലൈസോസോം, റൈബോസോംസ്, ഗോൾഗി അപ്പാരറ്റസ് ഇതൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ സെല്ലിൽ കാണുന്ന കോശാംഗങ്ങൾ ഒരു കോശാംഗമാണ് ഈ സെൻട്രിയോൾസ്. അതിനെന്ത് ചെയ്യുന്നു, റീഓർഗനൈസേഷൻ വിധേയമാക്കി ദി സെൻട്രിയോൾസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദി മിഡിൽ പീസ് ഓഫ് ദ സ്പേമിന്റെ മിഡിൽ പീസിൽ കൊണ്ട് വെക്കുന്നു. ആൻഡ് ദെൻ ക്യാപ് ഓർ an crown is formed at the anterior part of the sperm or at the head region of the sperm, and that cap-like structure formed on the head region of the sperm is the acrosome, or it is called acrosome. സ്പേമിന്റെ ഹെഡ് റീജിയനിൽ ഒരു ക്യാപ്പ് പോലെ ഒരു സാധനം ഉണ്ടായി വരുന്നു. അത് എവിടെ നിന്ന് ഉണ്ടായി വരുന്നു നോക്കാം. അതുണ്ടായി വരുന്നത് that cap-like structure or the acrosome is derived from a cell organelle called Golgi apparatus. അത് എവിടെ നിന്നാണ് വരുന്നത്, ഗോൾഗി അപ്പാരറ്റസിൽ നിന്നാണ്, അല്ലെങ്കിൽ ഗോൾഗി ബോഡി എന്ന കോശാംഗത്തിൽ നിന്നാണ്. പിന്നെന്താണ് മറ്റൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർമേഷൻ ഓഫ് എ ഫ്ലാജെല്ലേറ്റഡ് ടെയിൽ, ഒരു ഫ്ലാജെല്ലേറ്റഡ് ടെയിൽ, ആൻഡ് ഓൾസോ ദി ഫോർമേഷൻ ഓഫ് ആൻ ആക്സിയൽ ഫിലമെന്റ്. മനസ്സിലായോ? ഇതാണ് ഈ നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്പെർമാറ്റിഡ് മോട്ടൈൽ ആയിട്ടുള്ള സ്പേംസ് ആയി മാറുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ്. അപ്പോൾ ഈ നോൺ മോട്ടൈൽ സ്പെർമാറ്റിഡ് മോട്ടൈൽ സ്പേമായി മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്നവരാണ് സ്പെർമിയോജെനസിസ്. ഈ സ്പേംസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യും, ദി സ്പേംസ് മൂവ് ടുവേഴ്സ് ദി lumen of the seminiferous tubules, and they reaches the region of the Sertoli cells. Sertoli cells are the nourishing cells of the sperms. Spermsന് എല്ലാ ന്യൂട്രിയൻസും സപ്ലൈ ചെയ്യുന്ന പ്രത്യേകതരം കോശങ്ങളാണ് സെർട്ടോളി സെൽസ്. പറയും സെർട്ടോളി സെൽസ്. ഈ സെർട്ടോളി സെൽസിനടുത്തോട്ട് ഈ പുതിയതായിട്ട് ഉണ്ടായി വരുന്ന സ്പേംസ് എല്ലാം കൂടെ മൂവ് ചെയ്യുന്നു. they show a specific movement, a lashing movement, പ്രത്യേക തരത്തിലുള്ള ചലനം കാണിക്കുന്നു. Their heads are embedded in towards the region of the Sertoli cells, and that lashing movement of, or the massive movement of the sperms towards the Sertoli cells is called, and വേറെ പേരാണ് പറയുന്നത്, that process is called Spermiation. ഇത് പറയുന്ന പേരാണ്, that process is called Spermiation. ഇത്രയാണ്
സ്പെർമാറ്റോജെനസിസിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഇവൻസുകൾ. ഓക്കെ.